4 മാച്ച് വിന്നിംഗ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാല് യുണൈറ്റഡിന്റെ ഫാൻസ് കുറെ കാലമായി ഇങ്ങനെ കാലമായിട്ട് കണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആ, സംഭവമാണ്. അതെ, അതെ. ഒരുപാടായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് അതെ, വെസ്റ്റ് അതെ. ഹാമിനോട് 5-മത്തെ മത്സരം അതെ, അതെ. കളിക്കുന്നു. അതെ, ഈ ഒരു മാച്ച് ആളുകൾ ഭയങ്കരമായിട്ട് നോക്കി കാണുന്നുണ്ട്. അതെ. അത് ഈ ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അതെ, അതെ. ടീമിന്റെ പ്ലേയിങ്ങും അതും ആ ഒരു മോശമാണ്. 4 ടീം എന്ന് പറയുന്നത് ചില്ലറ ടീമല്ല. ഒന്ന് സിറ്റിയാണ്, ഒന്ന് ആഴ്സണലാണ്, ആർസണലാണ്. ഒന്ന് സ്പേഴ്സാണ്. അപ്പൊ ആ രീതിയിലുള്ള 3 ടീമിനാ. അതായത് ഇപ്പൊ ഈ മാനേജർ അമോറിമിന്റെ ആ ഒരു ചേഞ്ചസിന് ശേഷം ഇപ്പൊ ക്യാരിക്ക് വന്ന സമയത്താണെങ്കിലും അത് ടീമിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. അവര് നല്ലൊരു മൊമെന്റിലാണ് ഇപ്പൊ അവരുള്ളത്. ഈ ഒരു മൊമെന്റം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കാരണം ഇത്രയും ബിഗ് മാച്ചസിൽ അവർക്ക് ജയിക്കാൻ പറ്റി. ഈ ഒരു രീതിയിൽ ആ ടീമിന് തന്നെ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പൊ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും എംബേമോ, കുഞ്ഞ പോലുള്ള പ്ലേയേഴ്സ്, അതേപോലെ ബ്രൂണോ ഫെർണാണ്ടസ് ഫോം ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ടോപ്പ് 4 എന്ന് പറയപ്പെടുന്നിടത്ത് നിന്ന് ടൈറ്റിൽ റേസിലേക്ക് വരെ ബാക്കി ടീമിന്റെ റിസൾട്ട് ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാൽ പോലും യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബൂസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഗാരിക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ നോർമൽ ഒരു യുണൈറ്റഡ് ഫാൻ്റെ എക്സ്പെക്ടേഷനെ മറികടക്കുന്ന രീതിയിൽ ആ ഒരു ബാക്ക് ടു വിന്നിംഗ് വേസ് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ടെത്തിച്ചത് ഗാരിക്കിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൊമെന്റം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടോപ്പ് 4 എന്നതിലുപരി ബാക്കിയുള്ള ടീമിൻ്റെ റിസൾട്ടും കൂടെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈറ്റിൽ റേസിലേക്ക് വരെ എത്താൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ആ ഒരു ഫോം ഉള്ളത്.